ഹോം സണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണമായ പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയ്ക്കടുത്താണ് ഇന്ന് 6 ഫീറ്റ് സി ബാൻഡ് ഡിഷ് ട്യൂൺ ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളത്. ഈ 6 ഫീറ്റ് സി ബാൻഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അത്യാവശ്യം മലയാളം ചാനലുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാവുന്ന ഒരു സംവിധാനമാണ് ഈ 6 ഫീറ്റ് സി ബാൻഡിലൂടെ കസ്റ്റമർക്ക് കിട്ടുന്നത്. ഈ സി ബാൻഡിൽ ഡിഷിൽ ആദ്യം ഫിറ്റ് ചെയ്തിരുന്ന LNB ആണിത്. ഇത് ഒരു പഴയ LNB ആണ്, സി ബാൻഡ് തന്നെയാണ്, പക്ഷേ 5G ഫിൽറ്റർ ഒന്നുമല്ല. അത് കാരണം കസ്റ്റമർക്ക് പിക്ചർ സ്റ്റില്ലാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു സെറ്റപ്പ് ബോക്സും 5G ഫിൽറ്റർ LNBയും വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാനിന്ന് വർക്കിനെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പഴയ LNB മാറ്റി സോളിഡിൻ്റെ 5G ഫിൽറ്റർ LNB ഫിറ്റ് ചെയ്തു. ഇതൊരു സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടി കണക്ഷനുകൾ, ഒന്നിൽ കൂടുതൽ റൂമിലേക്കും വീടുകളിലേക്കൊക്കെ ഈ LNBയിൽ നിന്നും നമുക്ക് കണക്ഷൻ എടുക്കാം. സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. ഇതിൻ്റെ LNB ഫ്രീക്വൻസി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 5150/5750 എന്ന രീതിയിൽ LNB ഫ്രീക്വൻസി സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഹോറിസോണ്ടലായും വെർട്ടിക്കലായും മുഴുവൻ ചാനലുകളും ട്യൂൺ ആവുകയുള്ളൂ. ഇന്ന് നമ്മൾ ഈ 6 ഫീറ്റ് സി ബാൻഡ് ഡിഷിൽ 66 ഡിഗ്രിയിലുള്ള മലയാളം ചാനലുകളാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ട്രാക്ക് ചെയ്തിട്ടുള്ളതും. പക്ഷേ ഈ കസ്റ്റമർക്ക് 68 ഡിഗ്രിയിലുള്ള ഇൻ്റൽസാറ്റും ഇടയ്ക്ക് ട്യൂൺ ചെയ്ത് കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഇതിൻ്റെ LNB 68ലുള്ള പോയിൻറ്റും ഡിഷ് ആൻറ്റിന തിരിക്കേണ്ട ഭാഗവും ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. 66 ഡിഗ്രിയും 68 ഡിഗ്രിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇടയ്ക്ക് 68 ഡിഗ്രി ഡിഷ് ട്രാക്ക് ചെയ്ത് പിക്ചർ കാണണം എന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. 68ൽ നമുക്ക് മലയാളം ചാനലുകളൊന്നുമില്ല എങ്കിലും ഇംഗ്ലീഷ് ചാനലുകളും അൽ ജസീറ അതുപോലെ മറ്റുള്ള വിദേശ ചാനലുകളൊക്കെ 68 ഡിഗ്രിയിൽ കാണാം. പിന്നീട് വീണ്ടും 66ലേക്ക് തന്നെ ഇപ്പോൾ ഡിഷ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്ററിൽ സിഗ്നൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. സാറ്റ് ഹീറോ സാറ്റലൈറ്റ് മീറ്ററിലാണ് ഞാൻ ഇന്ന് സിഗ്നൽ ചെക്ക് ചെയ്യുന്നത്. 4024 ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ഫ്രീക്വൻസി 48-49%. അത്യാവശ്യം നല്ല സിഗ്നൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു നല്ല ഡിഷാണ്, തുരുമ്പൊന്നും ഡാമേജൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല സിഗ്നലുണ്ട്. 4006 51% സിഗ്നലുണ്ട്. അതുപോലെ കൈരളിയുടെ TP 4015 73%, ഏറ്റവും മികച്ച സിഗ്നൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 12.44 MER വന്നിട്ടുണ്ട്. കൈരളിയുടെ TP നിങ്ങൾക്ക് കാണാം, നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി ജനം ടിവിയുടെ TPയുടെ നമുക്കൊന്ന് നോക്കാം. 54-55% ജനം ടിവിയുടെ TPക്ക് കയറിയിട്ടുണ്ട്. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിഷാണെന്ന് തന്നെ പറയാം. ഏകദേശം 12 വർഷം പഴക്കമുള്ള ഡിഷ് ആൻറ്റിനയാണിത്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഒരു ഡിഷ് ആൻറ്റിനയാണിത്. നല്ല ഡിഷാണ്. ഇനി നമുക്ക് സെറ്റപ്പ് ബോക്സ് നോക്കാം. ഇദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം പുതിയ സെറ്റപ്പ് ബോക്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോളിഡിൻ്റെ 8181 Pro, ഏറ്റവും നല്ല പുതിയ ഒരു മോഡൽ റിസീവറാണ്. 2100 Pro കഴിഞ്ഞിട്ട് വന്ന സോളിഡിൻ്റെ 8181 Pro വൈറ്റ് ബോക്സാണ്. ഇത് ഒരു മൊണ്ടേജ് ചിപ്സെറ്റ് വരുന്ന സെറ്റപ്പ് ബോക്സാണ്. മൊണ്ടേജ് ചിപ്സെറ്റ് ആയത് കാരണം ഇതിന് അത്യാവശ്യം നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ബോക്സാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ സിഗ്നലാണെങ്കിലും പിക്ചർ സ്റ്റില്ലില്ലാതെ കാണാവുന്നതാണ്. മറ്റു റിസീവറുകൾ അപേക്ഷിച്ച് ഇതിന് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. കുറഞ്ഞ സിഗ്നൽ, അത്യാവശ്യം വേണ്ട ലെവൽ സിഗ്നൽ ഉണ്ടെങ്കിൽ പിക്ചർ സ്റ്റില്ലില്ലാതെ കാണാവുന്നതാണ്. ഇനി നമുക്ക് TVയിൽ സിഗ്നൽസ് നോക്കാം. കൈരളിയുടെ TP 74, അത്യാവശ്യം നല്ല സ്റ്റേജ് സിഗ്നൽ തന്നെ
കിട്ടുന്നുണ്ട്. 74, 77 സ്റ്റേജിലേക്ക് കടക്കുന്നുണ്ട്. ഇനി മറ്റു ഫ്രീക്വൻസികളുടെ ഒന്ന് നോക്കാം. കലൈഞ്ചറിൻ്റെ TP. കലൈഞ്ചർ ഈ ഫ്രീക്വൻസിയിൽ നമുക്ക് നിലവിൽ ഈ കലൈഞ്ചർ TV-യുടെ ഒരു ചാനൽ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. കലൈഞ്ചർ ചിത്തിരം എന്ന് പറഞ്ഞ ഈ ചാനൽ. ഇതിന് 72% സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാന ഫ്രീക്വൻസിയായ 40-24 ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, അതുപോലെ 24 ന്യൂസ്, അമൃത TV ഇതൊക്കെ വരുന്ന ഫ്രീക്വൻസിയാണ്. ഇതിന് 63-66% 66 സ്റ്റേജിലേക്ക് കടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല 6 ഫീറ്റിൽ കിട്ടാവുന്ന ഒരു സിഗ്നൽ തന്നെയാണ്. നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 66 വരെ സിഗ്നൽ പോകുന്നുണ്ട്. മറ്റൊന്ന് മീഡിയ 1. മീഡിയ 1ൻ്റെ TPക്ക് 66% സിഗ്നലുണ്ട്. നല്ല സിഗ്നൽ തന്നെയാണ്. ഇനി പുതുതായി മലയാളത്തിൽ ആരംഭിച്ച ന്യൂസ് ചാനൽ ന്യൂസ് മലയാളം 24x7 എന്ന ഈ ചാനലിൻ്റെ TPക്ക് 69% സിഗ്നലുണ്ട്. ഇത് പുതിയൊരു ചാനലാണ്, ന്യൂസ് ചാനൽ ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വാർത്തയും പ്രാദേശിക വാർത്തകളൊക്കെ ഇതിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ ചാനൽ കാണുവാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലൊരു ന്യൂസ് ചാനലാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ന്യൂസ് ചാനലാണ് ഇതിൽ വരുന്നത്. ഇനി ഈ സാറ്റലൈറ്റിൽ HD ചാനലുകൾ 4 എണ്ണമാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏഞ്ചൽ TV 1080 പിക്ചർ ക്വാളിറ്റിയിൽ റെസൊല്യൂഷനിൽ വരുന്ന ഒരു ചാനലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ് ലഭിക്കുന്നത് ഏഞ്ചൽ TV. മറ്റു 3 ചാനലുകൾ HD ചാനലുകൾ വിദേശ ചാനലുകളാണ്. ന്യൂസും അതുപോലെ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ വോയിസ് ഓഫ് അമേരിക്കയുടെ 2-3 HD ചാനലുകൾ കൂടെ ഈ സാറ്റലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചാനലുകൾ മുഴുവൻ ST സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ക്വാളിറ്റിയുള്ള ചാനലുകളാണ്. 100-ലധികം ചാനലുകളാണ് ഈ സാറ്റലൈറ്റിൽ നിന്നും നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ C ബാൻഡ് ഡിഷ് ട്രാക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ C ബാൻഡ് 5G ഫിൽറ്റർ LNB സെറ്റ് ടോപ്പ് ബോക്സുകൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് നേരിട്ട് നമ്മൾ C ബാൻഡ് 5G LNB എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ജില്ലകളിലേക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.